അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒട്ടേറെ പേർ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. ജോസ്വിൻ ജോസഫ്, ജാസ്മിൻ, PR നന്ദനൻ, റിൻസി മാനുവൽ, വർഷിബ്, ഹാഷ്മി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഹാഷ്മി സജീവമായി തന്നെ ഉണ്ട്. ജിജു ഡാനിയൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ഇർഷാദ് പുൽവേട്ട, സുനിൽ ബോസ്, വിപിൻ ബെന്നി, മുസ്തഫ, അങ്ങനെ നമ്മുടെ പ്രേക്ഷകരെല്ലാം എത്തിയിട്ടുണ്ട്. സജീവമായി തന്നെ നമ്മോടൊപ്പം തുടരുക. നമ്മൾ ഇന്നത്തെ ആദ്യ വാർത്തയിലേക്ക് കടക്കുകയാണ്. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഭക്തിസാന്ദ്രമായി ശബരിമല. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് സന്നിധാനത്തും മറ്റ് വ്യൂ പോയിന്റുകളിലും മകരജ്യോതി ദർശിക്കാൻ കാത്തുനിൽക്കുന്നത്. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താൻ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വൈകിട്ട് 5:30 സന്നിധാനത്തെത്തും. തിരുവാഭരണ ഘോഷയാത്ര കടന്നുവരുന്നതിനാൽ ഉച്ചയ്ക്ക് ശേഷം തീർത്ഥാടകർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ അറിയിച്ചു. മനഃപൂർവ്വം വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ചില ശ്രമങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പരാതികൾ ഇല്ലാതെ തീർത്ഥാടന കാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാണ് വിശ്വാസമെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. ഒരുപക്ഷെ പരാതികൾ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരമാവധി പരിഹരിക്കാൻ കഴിഞ്ഞു. ചില പരാതികൾ കൃത്യമായിട്ടുണ്ടാക്കിയതാണെന്നും നമ്മൾ കണ്ടെത്തി. വെറുതെ ആശങ്ക ഉണ്ടാക്കാൻ ശ്രമിച്ച അല്ലാതെ വലിയ രീതിയിലുള്ള പ്രയാസമൊന്നും അനുഭവിച്ചില്ല. പിന്നെ പഴയ പോലെയുള്ള ഭക്തിയോടുകൂടി വരുന്നവർക്ക് എത്ര നേരം കാത്തു നിന്നാലും കുഴപ്പമില്ല. ചില ഭക്തരെങ്കിലും ഭക്തിയുടെ മറവിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അവർ സ്വയം പരിശോധിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ ഈ ശബരിമല എന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് എല്ലാവരുടെയും ഉപദേശ നിർദ്ദേശങ്ങൾ ഉണ്ടാകേണ്ടത്. തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കരുത് എന്ന ഒരു അഭ്യർത്ഥന സർക്കാരിന് വേണ്ടി ഞാൻ മുന്നോട്ട്. അപ്പോൾ നമ്മൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. എസ് ശ്രീകാന്ത് വരുൺ പാർക്കിലും സന്നിധാനത്തുണ്ട്. പാണ്ടിത്താവളത്ത് MG പ്രതീഷുണ്ട്. പമ്പയിൽ CG ശ്രീകുമാറിനുണ്ട്. നിലയ്ക്കലിൽ ടോബി ജോൺസണുണ്ട്. പാഞ്ചാലിമേട്ടിലാണ് അദ്ദേഹമുള്ളത്. പുല്ലുമേട്ടിൽ വിഷ്ണു സുരേഷുമുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് ശ്രീകാന്തിലേക്കാണ്. ശ്രീകാന്ത്, അങ്ങനെ ഭക്തിസാന്ദ്രമായിരിക്കുന്നു സന്നിധാനം. മകരജ്യോതി അതിനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തരൊക്കെ. എന്തൊക്കെയാണ് സന്നിധാനത്ത് നിന്നുള്ള പുതിയ വിവരങ്ങൾ ശ്രീകാന്ത്? നിലവിലിപ്പോൾ സന്നിധാനത്ത് നട അടച്ചിട്ടുണ്ട്. ഇനി 5 മണിക്ക് നട തുറക്കും. 5 മണിക്ക് നട തുറന്ന ശേഷം ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന, മകരവിളക്ക് ദർശനം തുടങ്ങിയ ചടങ്ങുകളിലേക്ക് ആയിരിക്കും കടക്കുന്നത്. വൈകിട്ട് 6 മണിയോടെ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും സന്നിധാനത്തേക്ക്. ശരംകുത്തിയിൽ നിന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രി K. രാധാകൃഷ്ണൻ, ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ ശരംകുത്തിയിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് എത്തിക്കും. അവിടെ നിന്നും സോപാനത്തേക്ക് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങും. പിന്നീട് പൊന്നമ്പലവാസന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. അതേസമയം തന്നെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. മകരജ്യോതി കണ്ട് സായുജ്യമടയാൻ ഭക്ത ലക്ഷങ്ങളാണ് നിലവിലിപ്പോൾ സന്നിധാനത്തുള്ളത്. കൃത്യമായ കണക്ക് നേരത്തെ മന്ത്രി പറയുകയും ചെയ്തു. ഏതാണ്ട് ഒരു 2.5 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ സന്നിധാനത്ത് തമ്പടിച്ചിട്ടുണ്ട്. മകരജ്യോതി കാണുന്നതിനും പൊന്നമ്പലവാസൻ സർവാഭരണ വിഭൂഷിതനായി ആ ദീപാരാധന കണ്ട് തൊഴുന്നതിനുമായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ, 2.5 ലക്ഷത്തിനടുത്ത് ഭക്തജനങ്ങൾ സന്നിധാനത്തും പരിസരത്തുമായി തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് നേരത്തെ ദേവസ്വം മന്ത്രി അടക്കം പറഞ്ഞത്. പാണ്ടിത്താവളത്തിൽ പർണശാല 3 ദിവസം മുൻപ് തന്നെ കെട്ടിക്കാത്തിരിക്കുകയാണ്. ഇതര സംസ്ഥാനത്തു നിന്നും എത്തിയ ഭക്തരടക്കമുള്ളവർ ഈ കാടിനുള്ളിലേക്കടക്കം പർണശാലകൾ കെട്ടിയിട്ടുണ്ട്. 10 വ്യൂ പോയിന്റുകളിൽ നിന്ന് ഇന്ന് ഈ മകരജ്യോതി ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 2500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. വാഹന ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല. ഇനി ഈ സന്നിധാനത്തുള്ള ഭക്തജനങ്ങൾ ഈ മകരജ്യോതി കണ്ട് ദർശനം കഴിഞ്ഞിറങ്ങുന്ന മുറയ്ക്ക് മാത്രമേ താഴെ പമ്പയിൽ നിന്നും കൂടുതൽ ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. ഈ ഒരു മണ്ഡല മഹോത്സവ കാലഘട്ടം, മണ്ഡലകാലം ഏറെക്കുറെ ഈ മകരവിളക്ക് മഹോത്സവത്തോടു കൂടി പരിസമാപ്തിയാകുന്നു എന്ന് പറയാം. എല്ലാ സൗകര്യങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞു. ഭക്തലക്ഷങ്ങൾ വൈകിട്ട് ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദീപാരാധന കണ്ട് തൊഴാൻ, പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി കണ്ട് തൊഴുതു മടങ്ങാൻ.
ശരി, ശ്രീകാന്താണ് സന്നിധാനത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. രാജേന്ദ്രൻ വയല മകരസംക്രമ ആശംസകൾ പറയുന്നുണ്ട്. തത്സമയ റിപ്പോർട്ട് ഗംഭീരമാകട്ടെ എന്ന് പറയുന്നുണ്ട്. തത്സമയ റിപ്പോർട്ട് ഗംഭീരമാകും. 5 മണി മുതൽ തന്നെ നമ്മൾ മകര വിളക്കുമായി ബന്ധപ്പെട്ട തത്സമയ റിപ്പോർട്ടിൽ കടക്കും. രാജേന്ദ്രൻ വയല, വസന്തകുമാരിയും എല്ലാ ഭക്തർക്കും സുഖമായി മകരജ്യോതി ദർശനം ലഭിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടി ദൃശ്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഒപ്പം അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളും 24 അതത് സമയങ്ങളിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമ്മളിനി പാണ്ഡിത്താവളത്തിലേക്കാണ് പോകുന്നത്. അരുൺ പാറയ്ക്കലുണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. അരുൺ, പറയൂ. ഉന്മേഷം, ഞാനിപ്പോൾ നിൽക്കുന്നത് പാണ്ഡിത്താവളത്താണ്. ഭക്തി നിർഭരമായ അന്തരീക്ഷം. 3 ദിവസമായി ഈ പാണ്ഡിത്താവളത്ത് 10 വ്യൂ പോയിന്റുകൾ, അതായത് സന്നിധാനത്തെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത് ദർശിക്കാനെത്തിയ ഭക്തർക്ക് സൗകര്യങ്ങളുമായി 10 വ്യൂ പോയിന്റുകളാണ് ദേവസ്വം ബോർഡും പോലീസും ഏർപ്പെടുത്തിയിരുന്നത്. ഈ 10 വ്യൂ പോയിന്റുകളിൽ ഒന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന പാണ്ഡിത്താവളം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, കഴിഞ്ഞ 3 ദിവസത്തിലധികമായി പർണശാലകളൊക്കെ കെട്ടിക്കൊണ്ട് വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകർ ഇവിടെ ഇങ്ങനെ തമ്പടിക്കുന്ന ഒരു കാഴ്ച. അവർക്ക് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, തണുപ്പെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി, പൊന്നമ്പലമേറ്റിൽ മകരജ്യോതി തെളിയുന്നതിനുള്ള ആ ഒരു നിമിഷത്തിന് വേണ്ടി ഒന്ന് തൊഴുതു മടങ്ങുന്നതിന് വേണ്ടി അവരിങ്ങനെ 3 ദിവസമായി ഇവിടെ തമ്പടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഈ 10 വ്യൂ പോയിന്റുകളിലും പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സന്നിധാനത്ത് മാത്രം 2500 പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നു. ഇത് കൂടാതെ സന്നിധാനത്ത് 250 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, പാഞ്ചാലിമേട് പോലുള്ള സ്ഥലങ്ങൾ, നിലയ്ക്കൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ 1000-ലധികം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് കുടിവെള്ളവും ബിസ്ക്കറ്റ് വിതരണവുമായി 350 ജീവനക്കാരെ അധികമായി നിയോഗിച്ചിരിക്കുന്നു. വനംവകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ ഇത് കൂടാതെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷയിലാണ് ഈ ഓരോ വ്യൂ പോയിന്റുകളും എന്ന് വേണം പറയാൻ. ഇന്നും വൈകുന്നേരത്തെ ശരി അരുൺ, ഏതായാലും പാണ്ഡിത്താവളത്തു നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അരുൺ പാറയ്ക്കൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നമ്മൾ ഇനി പോകുന്നത് പമ്പയിലേക്കാണ്. MG പ്രതീഷ് ഉണ്ട് അവിടെ. പ്രതീഷ്, നേരത്തെ തന്നെ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അവിടെ നിന്ന് മല ചവിട്ടുന്നതിന് വേണ്ടി. എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാനുള്ള വിവരങ്ങൾ? MG പ്രതീഷ്. ഉന്മേഷ, പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി കാണാനുള്ള സൗകര്യം പമ്പയിലും ഒരുക്കിയിട്ടുണ്ട്. പമ്പയിൽ ഹിൽ ടോപ്പിലാണ് മകരജ്യോതി ദർശനത്തിനുള്ള സൗകര്യമുള്ളത്. നേരത്തെ ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 10:30യോടുകൂടി തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ പ്രവേശനം നിരോധിച്ചിരുന്നു. നിലവിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടുന്നില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മകരജ്യോതി ദർശനത്തിനും ഒപ്പം നാളെ അയ്യപ്പ ദർശനം നടത്താനും പമ്പയിൽ തങ്ങി നിൽക്കുന്ന തീർത്ഥാടകരുടെ കാഴ്ചയാണ്. ഈ വിശ്രമ കേന്ദ്രങ്ങളിലടക്കം നിരവധി തീർത്ഥാടകരാണ് ഇപ്പോഴും കാത്തു നിൽക്കുന്നത്. കാരണം ഇപ്പോൾ പ്രവേശനമില്ല. ഇനി നാളെ മാത്രമേ ഭക്തജനങ്ങളെ മുകളിലേക്ക് കയറ്റിവിടൂ. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പമ്പയിൽ തുടരുന്ന തീർത്ഥാടകരുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഈ മലയാളികളെക്കാൾ കൂടുതൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരാണ് ഏറ്റവും കൂടുതൽ പമ്പയിൽ തമ്പടിച്ചിരിക്കുന്നത്. ഈ പമ്പയിൽ മകരജ്യോതി ദർശനം കാണുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെ പമ്പയിൽ ഇതിനായി തന്നെ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കൃത്യമായ ഇടവേളകളിൽ മാത്രമേ ഭക്തരെ കടത്തിവിടൂ. ഈ മകരജ്യോതി ദർശനം കഴിഞ്ഞ സന്നിധാനത്ത് നിന്ന് കൂട്ടമായി തീർത്ഥാടകർ പമ്പയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പയിൽ കൂടുതൽ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് മാത്രമേ തീർത്ഥാടകരെ കടത്തിവിടുകയുള്ളൂ. എന്തായാലും ഇവിടെ തങ്ങുന്ന തീർത്ഥാടകർക്ക് സുഗമമായ മകരജ്യോതി ദർശനം നടത്താനുള്ള അല്ലെങ്കിൽ കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള മാത്രം കാത്തുനിൽപ്പാണ്. മണിക്കൂറുകൾ മാത്രമേ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയാനുള്ളൂ. ആ നിമിഷത്തിന് വേണ്ടി തീർത്ഥാടകർ ഇപ്പോഴും പമ്പയിൽ കാത്തു നിൽക്കുകയാണ്. ഉന്മേഷ. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിനി നിലയ്ക്കലിലേക്കാണ് പോകുന്നത്. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് നിലയ്ക്കലിൽ നിന്നുള്ള വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഉന്മേഷ, കടുത്ത ചൂടാണ് നിലയ്ക്കലിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. നമ്മുടെ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാൽ ആ ദൃശ്യങ്ങളാണ് പകർത്തുന്നത്. എന്തായാലും KSRTC ബസ്സിൽ പമ്പയ്ക്കുള്ള ഈ ഒരു ഘട്ടത്തിൽ സർവീസ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി പമ്പയിലേക്ക് ആരെയും കടത്തിവിടേണ്ടതില്ല. ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിക്കേണ്ടതുണ്ട്. പമ്പയിൽ നിന്ന് 10:30 വരെ മാത്രമേ സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. പമ്പയിലും ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ, അതായത് സന്നിധാനത്ത് നിന്ന് പോലീസ് കാര്യം പറഞ്ഞതിനു ശേഷം ഇറക്കി വിട്ട അയ്യപ്പ
ഭക്തരുൾപ്പെടെ ഹിൽ ടോപ്പ് അടക്കമുള്ള മുഴുവൻ പ്രദേശങ്ങളിലും കാത്തു നിൽക്കുകയാണ്. സ്വാഭാവികമായി ഇനി പമ്പയിലേക്ക് അയ്യപ്പ ഭക്തരെ കടത്തിവിടേണ്ടതില്ല എന്ന കർശനമായ നിർദ്ദേശം ഇവിടേക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി പാലക്കാട് നാർക്കോട്ടിക്സ് സെൽ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ അക്കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അവർ വളരെ വ്യക്തമായി തന്നെ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു കാരണവശാലും ആരെയും തന്നെ കടത്തിവിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ തന്നെ തുടരുക. ഇവിടെ ഏതെങ്കിലും മേഖലയിൽ ഇരുന്ന് അട്ടത്തോടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് നടന്നു പോകാം. അവിടെ ഇരുന്ന് മകരവിളക്കും മകരജ്യോതിയും കാണാം. അതിനുശേഷം പമ്പയിലേക്ക് പോകാം. തൊട്ടടുത്ത ദിവസം ദർശനം നടത്താം എന്ന കർശനമായ നിർദ്ദേശം വന്നു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി KSRTC ബസ്സുകൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ഇവിടെ ഉള്ള അയ്യപ്പ ഭക്തർ മറ്റു മേഖലയിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മടങ്ങാൻ ആവശ്യമായി എരുമേലിയിലേക്കും പത്തനംതിട്ടയിലേക്കും ചെങ്ങന്നൂരിലേക്കുമുള്ള മറ്റു സർവീസുകൾ മാത്രമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് വ്യക്തമാകുന്നത്. നമുക്ക് ഇവിടുത്തെ ഈ പ്രദേശത്തെ പാർക്കിങ്ങിൽ മുഴുവനായി പൂർണ്ണമായി പാർക്ക് ചെയ്ത വാഹനങ്ങൾ കണ്ടാലറിയാം എത്രത്തോളം ഭക്തർ അവിടേക്ക് ആ പ്രദേശങ്ങളിലേക്ക് പോയെന്ന് നമുക്ക് ഇവിടെ നിന്ന് കണ്ടാലറിയാം. സന്നിധാനത്തേക്കും പമ്പയിലേക്കുമൊക്കെ പോയ ഭക്തരുടെ ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ പോയ ഭക്തരുടെ വാഹനങ്ങളാണ് ഈ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 2000-ലധികം വാഹനങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതായത് തിരക്ക് പരമാവധി നിയന്ത്രിച്ച് പരമാവധി ആളുകളെ ഇപ്പോൾ തന്നെ പോലീസ് കടത്തിവിട്ട് കഴിഞ്ഞു പമ്പയിലേക്ക്. അവിടെ നിന്ന് എന്തായാലും ഇനി കൂടുതൽ ആളുകളെ കടത്തിവിടാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രീജിത്ത്, ഏതായാലും പാർക്കിംഗ് ഗ്രൗണ്ട് ആകെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്നാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ്. നമ്മൾ ഇനി പാഞ്ചാലിമേട്ടിലേക്കാണ് പോകുന്നത്. ടോബി ജോൺസൺ ഉണ്ട് അവിടെ നിന്ന്. ടോബി, വിവരങ്ങൾ. ഉമേഷ്, എന്തായാലും പാഞ്ചാലിമേട്ടിലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പോലീസും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും അവരുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ സുരക്ഷിതമായിട്ട് ഭക്തർക്ക് ദർശനം നടത്താനുള്ള, ഈ മകരജ്യോതി കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഈ കാണുന്ന കുന്നിന് മുകളിലേക്കാണ് അയ്യപ്പ ഭക്തർ സാധാരണ വരാറുള്ളത്. അവിടെ ബാരിക്കേഡുകൾ, താൽക്കാലിക ബാരിക്കേഡുകൾ ഒരുക്കി സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. തന്നെ റവന്യൂ വകുപ്പും പോലീസും മറ്റ് ആരോഗ്യ വകുപ്പ് അവരുടെ ചികിത്സ സംബന്ധമായിട്ടുള്ള സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയും ഇന്ന് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഈ പുല്ലുമേട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭക്തർ കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ പാഞ്ചാലിമേട്. ഇതിനുള്ളൊരു കാരണം ഈ മകരജ്യോതി മുകളിൽ നിന്നും കുറച്ചും കൂടി ഉയരത്തിൽ നിന്നും കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മൂടൽമഞ്ഞുണ്ട്, അതൊരു ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സൗകര്യങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൂടുതലും കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ്, അയ്യപ്പ ഭക്തർ തന്നെയാണ് ഈ പ്രദേശങ്ങളിലേക്ക് സാധാരണ വരാറുള്ളത്. ഇത്തവണയും കൂടുതൽ അയ്യപ്പ ഭക്തർ ഇവിടേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അയ്യപ്പ ഭക്തർ ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് ഇവിടെ വന്ന് നേരത്തെ തന്നെ തമ്പടിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചു നേരം കൂടി കഴിയുമ്പോൾ, ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ കൂടുതൽ അയ്യപ്പ ഭക്തർ ഈ പ്രദേശത്തേക്ക് എത്തും. ഇവിടെ നിന്ന് ദർശനം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തുന്നത്. ശരി ടോബി ജോൺസണാണ് പാഞ്ചാലി മേട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വസന്തകുമാരി പറയുന്നത് മകരവിളക്കുത്സവം 24-ൽ കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു 5 മണിക്ക് തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കും കമന്ററിയിലേക്കും ഒക്കെ കിടക്കും തത്സമയം വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഉണ്ണിമേനോൻ എല്ലാവർക്കും മകരവിളക്ക് ആശംസകൾ നേരുന്നുണ്ട്. അദ്ദേഹം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നാണ് ആശംസകൾ അറിയിക്കുന്നത്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. എക്സാലോജിക്കിനെതിരെ അന്വേഷണം തുടങ്ങി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഈ മാസം 24-ലേക്ക് മാറ്റി. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം നടത്തുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ കോടതി അറിയിച്ചത്. അന്വേഷണ ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകി. വാർത്തയുടെ വിശദാംശങ്ങളുമായി അജീഷ് ജയകുമാറാണ് ഇപ്പോൾ ചേരുന്നത്. അജീഷ്, ഇന്ന് എന്ത് നടപടിക്രമമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഉണ്ടായത്? ഉന്മേഷ്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ വലിയ തട്ടിപ്പുണ്ടെന്നും ഇത് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിലെ പ്രത്യേക ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമായ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് എന്ത് അന്വേഷണമാണ് നടത്തുന്നതെന്ന്. ഈ ഹൈക്കോടതിയുടെ ആവശ്യമനുസരിച്ച് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയാണ് തങ്ങൾ കമ്പനി
കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ 3-അംഗ സംഘം ഈ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നുണ്ട്. അവർ പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ തുടങ്ങിക്കഴിഞ്ഞു. എങ്കിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് എങ്കിൽ ഇതിന്റെ രേഖകൾ ഹാജരാക്കൂ എന്നായിരുന്നു. എന്തായാലും ഈ ഹർജി ഇപ്പോൾ 24-ാം തീയതിയേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ രേഖകൾ അന്ന് ഹാജരാക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അക്കു കെ പി അക്കൗണ്ടിൽ നിന്നൊരു ചോദ്യമുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. മകരവിളക്ക് ലൈവ് 24 കാണിക്കുമോ എന്നാണ് ചോദ്യം. നേരത്തെ സൂചിപ്പിച്ചത് ദയവായി നമ്മൾ കാണിക്കും. 5 മണിക്ക് തന്നെ അതിൻ്റെ ലൈവായിട്ടുള്ള സംപ്രേഷണം ഉണ്ടായിരിക്കും. ജാസ്മിൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ടോബി ജോൺസൺ പുതിയ ആളാണ് 24 എന്ന്. ടോബി അടുത്തിടെ 24 എത്തിയതാണ്. ഇപ്പോൾ 24 കുടുംബത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ടോബിയും. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കെ ഫോൺ പദ്ധതിയിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 2019 എടുത്ത തീരുമാനം ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിന് പിന്നിൽ പബ്ലിസിറ്റി താൽപ്പര്യമാണോ എന്ന് ഹൈക്കോടതി പരിഹസിച്ചു. ഹർജിയിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാത്ത ഹൈക്കോടതി സർക്കാരിനോട് നിലപാട് തേടി. കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചട്ടം ലംഘിച്ചുള്ള കരാറും ഉപകരാറും സംബന്ധിച്ച് കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഹർജി. എന്നാൽ 2019 കരാർ ഇപ്പോഴാണോ ചോദ്യം ചെയ്യുന്നതെന്ന് വിമർശിച്ച കോടതി അഴിമതി സംബന്ധിച്ച് രേഖകളുണ്ടോ എന്നും ചോദിച്ചു. CAG റിപ്പോർട്ട് ലഭിച്ച ശേഷം ബാക്കി തെളിവുകൾ ഹാജരാക്കാമെന്ന് ഹർജിക്കാരൻ അറിയിച്ചതോടെ അത് ലഭിച്ചിട്ട് വന്നാൽ പോരെ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷണൽ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഹർജിയിൽ ലോകായുക്തയെ വിമർശിച്ച നടപടിയാണ് പ്രതിപക്ഷ നേതാവിനെതിരായ പരാമർശത്തിലേക്ക് കോടതിയെ നയിച്ചത്. കെ ഫോൺ വിഷയത്തിൽ ലോകായുക്തയെ സമീപിച്ചിട്ട് പ്രയോജനമില്ലെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നുമായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഹർജിയിലെ പരാമർശം അനുചിതമായെന്ന് കോടതി നിരീക്ഷിച്ചു. ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്നും കോടതി പരിഹസിച്ചു. CAGയുടേത് റിപ്പോർട്ടല്ലെന്നും നിരീക്ഷണങ്ങൾ മാത്രമാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. പൊതുതാൽപര്യ ഹർജി ഫയലിൽ സ്വീകരിക്കാത്ത ഹൈക്കോടതി സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടു. ഹർജി 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിനി പോകുന്നത് സിനഡുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സിനഡ് കടുപ്പിച്ചിരിക്കുന്നു നിലപാട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന വേണമെന്ന മാർപ്പാപ്പയുടെ ഉത്തരവ് നടപ്പാക്കാൻ സീറോ മലബാർ സഭ സിനഡിന്റെ സർക്കുലർ. അടുത്ത ഞായറാഴ്ച സർക്കുലർ എല്ലാ പള്ളികളിലും വായിക്കണം എന്നാണ് നിർദ്ദേശം. പുതിയ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ സർക്കുലറാണ് ഇത്. കഴിഞ്ഞ ശനിയാഴ്ച സമാപിച്ച സിനഡിന്റെ തീരുമാനപ്രകാരമാണ് സീറോ മലബാർ സഭയുടെ പുതിയ സർക്കുലർ. പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെ 50 വൈദികർ സിനഡ് തീരുമാനത്തെ അനുകൂലിച്ച് സർക്കുലറിൽ ഒപ്പുവെച്ചു. മാർപ്പാപ്പ കത്തുമുഖേനയും വീഡിയോ സന്ദേശത്തിലൂടെയും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും തർക്കത്തെ തുടർന്ന് നടപ്പായില്ല. ഇതോടെയാണ് കർശന നിർദ്ദേശവുമായി സിനഡ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഉത്തരവ് ഞായറാഴ്ച പള്ളികളിൽ വായിക്കണമെന്നും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരിന്റെ സർക്കുലറിൽ നിർദ്ദേശമുണ്ട്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റേത് കാപ്പട്യം നിറഞ്ഞ മനസ്സാണെന്ന് അൽമായ മുന്നേറ്റം കുറ്റപ്പെടുത്തി. ഏകീകൃത കുർബാനയ്ക്കെതിരായ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അൽമായ മുന്നേറ്റം വ്യക്തമാക്കി. 24 കൊച്ചി. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളിനി പോകുന്നത് നിലമ്പൂരിൽ നിന്നുള്ള ഒരു ദുരന്ത വാർത്തയിലേക്കാണ്. അവിടെ ഫയർ ഡാൻസിനിടെ ഉണ്ടായ ഒരു അപകട വാർത്തയിലേക്കാണ്. മലപ്പുറം നിലമ്പൂരിൽ പാട്ടുത്സവ വേദിയിൽ ഫയർ ഡാൻസിനിടെ യുവാവിന് പൊള്ളലേറ്റു. മേലാറ്റൂർ സ്വദേശി സജിക്കാണ് മുഖത്തും ദേഹത്തും പൊള്ളലേറ്റത്. വായിൽ മണ്ണെണ്ണ ഒഴിച്ച് തീപ്പന്തത്തിലേക്ക് തുപ്പുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. നിലമ്പൂർ നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ 3ാം ദിനമായ ഇന്നലെയാണ് അപകടമുണ്ടായത്. രാത്രി 10:50 ഫയർ ഡാൻസ് അവതരിപ്പിക്കുകയായിരുന്നു മേലാറ്റൂർ സ്വദേശി സജി. വായയിൽ നിറച്ച മണ്ണെണ്ണ ഉയർത്തിപ്പിടിച്ച തീയിലേക്ക് തുടർച്ചയായി തുപ്പുന്നതിനിടെ തീ പടർന്നു. തീ വേഗം അണക്കാനായെങ്കിലും യുവാവിന്റെ മുഖത്തും ദേഹത്തും സാരമായ പൊള്ളലേറ്റു. ആദ്യം നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലും
പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ സുരക്ഷാ മുൻകരുതൽ സ്വീകരിച്ചില്ല എന്ന് ആരോപണമുണ്ട്. അപകട സമയത്ത് സ്ഥലത്ത് ആംബുലൻസ് ഉണ്ടായിരുന്നില്ല. 24 മലപ്പുറം. അടുത്ത വാർത്തയിലേക്ക് കടക്കും മുൻപ് നമ്മുടെ സുരേഷ് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വായിക്കാത്തതെന്ന്. ഞാൻ നേരത്തെ മെസ്സേജ് അയച്ചുവെങ്കിൽ കണ്ടില്ല, അതുകൊണ്ടാണ് വായിക്കാത്തത് കേട്ടോ. അങ്ങനെ മനഃപൂർവ്വം വായിക്കാത്തതല്ല. ഷൈനി ചിത്ര പറയുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ ഇന്ന് അവധിയാണ്. മകരവിളക്ക് കമന്ററി SK വിജയകുമാർ ഹാഷ്മി സഖ്യത്തിൻ്റെ ആണോ എന്നാണ് ചോദിക്കുന്നത്. എസ് വിജയകുമാറുണ്ട്, കൂടെ ഗോകുൽ രവിയും ഉണ്ടാകും ആ കമന്ററിയുടെ ഭാഗമായി. 5 മണി മുതൽ തന്നെ നമ്മളത് നൽകുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരു ലഹരി വേട്ട അത് കൊച്ചിയിൽ നടന്നതാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്ന ദിവസമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. കൊച്ചിയിൽ തപാൽ വഴി ലഹരി ഇടപാട് നടത്തിയ കേസിൽ 2 പേർ കൂടി പിടിയിലായിരിക്കുന്നു. ഇന്നലെ 5 പേരെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡിയിലെടുത്തിരുന്നു. ജർമ്മനിയിൽ നിന്ന് ലഹരി എത്തിച്ചു എന്നാണ് NCBയുടെ കണ്ടെത്തൽ. ടെലഗ്രാം ഗ്രൂപ്പ് വഴി ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചായിരുന്നു സംഘത്തിന്റെ ആദ്യ ഇടപാടുകൾ. 19,000 പേരുള്ള ഗ്രൂപ്പിന്റെ അഡ്മിൻ നെതർലാൻഡ്സ് പൗരനാണെന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളം നെട്ടൂരിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ലഹരി മാഫിയ സംഘം വീട് കയറി അവിടെ ആക്രമണം നടത്തി. നെട്ടൂർ സ്വദേശി സിജുവിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഈ സംഘത്തിലെ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് ആക്രമണം. 4-അംഗ സംഘം സിജുവിന്റെ വീട്ടിൽ മാരകായുധങ്ങളുമായി അതിക്രമിച്ച് കയറുകയായിരുന്നു. സംഭവ സമയം സിജുവും മാതാവ് ശ്യാമളയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശ്യാമളയ്ക്കും ബഹളം കേട്ട് ഓടിയെത്തിയ അയൽവാസിയായ പ്രിൻസിനും ആക്രമണത്തിൽ പരിക്കേറ്റു. ഇരുവരും ചികിത്സയിലാണ്. ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളിൽ ഒരാളെ നാട്ടുകാർ പിടികൂടി പനങ്ങാട് പോലീസിൽ ഏൽപ്പിച്ചു. നോബിളാണ് പിടിയിലായത്. ഇയാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പനങ്ങാട് പോലീസ് പ്രതികൾക്കെതിരെ കേസെടുത്തു. രക്ഷപ്പെട്ട 3 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. 24 കൊച്ചി. ഇത് അറാഫ ഡിജിറ്റൽ മീഡിയ എന്ന അക്കൗണ്ടിൽ നിന്ന് ഉന്മേഷം വരുന്ന ഊണ് കഴിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. ഊണ് കഴിച്ചോളൂ. നമ്മൾ ഈ പരിപാടിക്ക് ശേഷം ഊണ് കഴിക്കും. നേരത്തെ നമ്മൾ നൽകിയ വാർത്തയിൽ പ്രതികരണങ്ങളൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒട്ടേറെ പ്രതികരണങ്ങൾ പല വിഷയങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ കമൻറ്റുകളെല്ലാം കാണുന്നുണ്ട്. പ്രതികരണങ്ങളൊക്കെ ഈ പരിപാടിയുടെ ഭാഗമാക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് കൂടി കിടക്കുകയാണ് വളരെ വേഗത്തിൽ. അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ SI മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ അന്വേഷണം. ADGPയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ചാണ് അന്വേഷണം തുടങ്ങിയത്. ഉദ്യോഗസ്ഥർക്കിടയിലെ ചേരിപ്പോരാണ് 1 വർഷം മുൻപുള്ള ദൃശ്യങ്ങൾ ചോരാൻ കാരണമെന്നാണ് നിഗമനം. 6 മാസത്തെ ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശേഷിയാണ് CCTVക്കുള്ളതെന്നിരിക്കെയാണ് 1 വർഷം മുൻപുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തായത്. ഇതോടെയാണ് ഉദ്യോഗസ്ഥ ചേരിപ്പോരിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചത്. സ്റ്റേഷൻ ചുമതലയുണ്ടായിരുന്ന മുൻ CI അടക്കമുള്ളവർക്കെതിരെയാണ് അന്വേഷണം. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും 1 വർഷം മുൻപുള്ള സംഭവത്തിൽ ഇപ്പോൾ പരാതി വന്നതിൽ ദുരൂഹത ഉണ്ട് എന്നും ആരോപണ വിധേയനായ SI PP റെജി. അത് 2023 ജനുവരിയിലെ മാറ്ററാണ്. അദ്ദേഹത്തിന് അന്നൊന്നും ഒരു പരാതിയില്ലല്ലോ. ഇപ്പോഴല്ലേ പരാതിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. മണൽ കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് അമ്പലമേട് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ വിജിലൻസ് നടപടി സ്വീകരിച്ചിരുന്നു. ആരോപണ വിധേയനായ SI PP റെജിയാണ് വിജിലൻസിന് വിവരം കൈമാറിയതെന്ന വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് CCTV ദൃശ്യങ്ങൾ ചോർത്തിയതെന്നാണ് നിഗമനം. ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയും വകുപ്പുതല നടപടിയും ഉണ്ടായേക്കും. S ശ്യാംകുമാർ, 24 കൊച്ചി. ഇതിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന പ്രതികരണം അദ്ദേഹം പറയുന്നത്, റിജോയാണ് പറയുന്നത്, കമൻ്റ് ഇടുന്നത് വെറുതെയാണ്. SK ആണെങ്കിൽ പരമാവധി കമൻറ്റ് വായിക്കും, ഹാഷ്മി അല്ലെങ്കിൽ മറ്റാരാണെങ്കിലും നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്നാണ്. അങ്ങനെയല്ല റിജോ നേരത്തെ കമൻറ്റ് ഇട്ടിരുന്നു. അത് കാണാത്തതുകൊണ്ടാണ്. റിജോയുടെ കമൻറ്റ് ഉൾപ്പെടെ നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമാക്കും. അത് റിജോയെ അറിയിക്കുകയാണ്. ഇനി വളരെ നമസ്കാരം. മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ആവേശത്തുടക്കത്തിൽ സെൻസെക്സ് 73,000 പോയിന്റും നിഫ്റ്റി 22,000 പോയിന്റും മറികടന്നു. നിഫ്റ്റി 21,000-ൽ നിന്ന് 22,000-ലെത്തിയത് 25 വ്യാപാര ദിനങ്ങൾ കൊണ്ട്. മെച്ചപ്പെട്ട പാദഫലം വന്നതിനെ തുടർന്ന് വിപ്രോ ഓഹരികൾ 52 ആഴ്ചത്തെ ഉയർന്ന നിരക്കിൽ IPOയുമായി മെഡിഅസിസ്റ്റ് ഹെൽത്ത് കെയർ. ഡോളറിനെതിരെ രൂപയും നേട്ടത്തിൽ. രാജ്യത്ത് മൊത്തവിലക്കയറ്റം കൂടി. ഡിസംബറിൽ രേഖപ്പെടുത്തിയത് 0.73% വർധന. യന്ത്രസാമഗ്രികൾ, ഉപകരണങ്ങൾ, നിർമ്മാണ വസ്തുക്കൾ, ഗതാഗത ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കും വില കൂടിയെന്ന് വാണിജ്യ മന്ത്രാലയം.
വരുന്ന വർഷം തൊഴിൽ വിപണി പ്രതിസന്ധി നേരിടുമെന്ന IMF മേധാവി ക്രിസ്റ്റലീന ജോർജീവ. AI-യുടെ കടന്നുവരവ് ആഗോളതലത്തിൽ 40% തൊഴിൽ നഷ്ടത്തിന് കാരണമാകുമെന്ന് പ്രവചനം. വികസിത രാജ്യങ്ങളിൽ AI മൂലമുള്ള തൊഴിൽ നഷ്ടം 60% വരെയാകുമെന്ന് മുന്നറിയിപ്പ്. കോവിഡാനന്തര കടം പരിഹരിക്കൽ ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾക്ക് വെല്ലുവിളിയാകുമെന്നും ക്രിസ്റ്റലീന ജോർജീവ. ഗോതമ്പ് ഇറക്കുമതി ചെയ്യേണ്ടി വരില്ലെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഗോതമ്പ് കർഷകർ ബമ്പർ വിളവെടുപ്പിന് തയ്യാറെടുക്കുകയാണെന്ന് മന്ത്രി. ഈ വർഷം പ്രതീക്ഷിക്കുന്നത് 114 ദശലക്ഷം മെട്രിക് ടണ്ണിന്റെ ഉൽപാദനമെന്നും പീയൂഷ് ഗോയൽ. ഗോതമ്പിനും അരിക്കും പഞ്ചസാരയ്ക്കുമുള്ള കയറ്റുമതി നിയന്ത്രണങ്ങൾ ഇന്ത്യ തുടരുമെന്ന് വാണിജ്യമന്ത്രി. അയോധ്യ ആഗോള നിക്ഷേപ കേന്ദ്രമായി മാറുമെന്ന റിപ്പോർട്ട്. 75,000 കോടിയുടെ നിക്ഷേപവുമായി ബ്രിട്ടീഷ് കമ്പനി ട്രാഫൽഗർ സ്ക്വയർ ക്യാപിറ്റൽ നടത്തിയത് രാജ്യത്തെ ഒരു ജില്ലയിലെ എക്കാലത്തെയും വലിയ നിക്ഷേപം. നിക്ഷേപത്തിനൊരുങ്ങി ജർമ്മനിയുടെ യൂണികോൺ എനർജി അടക്കമുള്ള കമ്പനികൾ. കേരളത്തിലും സാമ്പത്തിക ലോകത്ത് നല്ല വാർത്തയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിലും പുതുവൈപ്പിലും 3 വമ്പൻ പദ്ധതികളാണ് മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. പ്രധാനമന്ത്രി അതിനായി കേരളത്തിലെത്തും. 4,000 കോടി ചെലവുള്ള പദ്ധതികളാണിത്. ഇതോടൊപ്പം തന്നെ 2ാം വിമാനവാഹിനി കപ്പലിന്റെ ഓർഡർ കൊച്ചിൻ ഷിപ്പ്യാർഡിന് നൽകിയേക്കും. അത്തരമൊരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയേക്കും എന്നൊരു സൂചന കൂടിയുണ്ട്. അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവയ്ക്കാണ് ഈ 2 വമ്പൻ പദ്ധതികൾ. IOCയുടെ മറ്റൊരു പദ്ധതിയുണ്ട്. 5,000 പേർക്ക് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും തൊഴിൽ നൽകും ഈ പദ്ധതികളെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സിഇഒമാരുടെ ഒരു സർവേ നടത്തിയിരുന്നു. 50ഓളം സിഇഒമാരുടെ സർവേയിൽ 32% ഇന്ത്യയുടെ ഒരു കരുത്തിൽ, സാമ്പത്തിക പ്രതിരോധ ശേഷിയിൽ അവരുടെ വിശ്വാസം അറിയിക്കുകയുണ്ടായി. അത് 28% മാത്രമാണ് അവിടെ ചുവപ്പുനാടയുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇനി ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഓഹരി വിപണി ഇന്ന് തിളക്കത്തിന്റെ ദിവസമായിരുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇപ്പോഴും 22,000 കടന്നാണ് വ്യാപാരം നടത്തുന്നത്. 159 പോയിന്റ് ഉയർന്ന് 22,054 വ്യാപാരം. വ്യാപാര തുടക്കത്തിൽ 22,053 ആയിരുന്നു. ഇന്ന് ഏറ്റവും ഹൈ വന്നിരിക്കുന്നത് 22,081. ബാങ്കിംഗ്, ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ തിളക്കത്തിലാണ്. ബാങ്കിംഗ് ഓഹരികൾ 397 പോയിന്റും ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ 357 പോയിന്റ് ഉയർന്നാണ് വ്യാപാരം നടക്കുന്നത്. ഇനി നമ്മൾ സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, സെൻസെക്സും 72,000 കടന്ന് 73,000 എന്ന് പറയുന്ന മാജിക്കൽ നമ്പറിലായിരുന്നു ഇന്നത്തെ ഓപ്പണിംഗ്. 589 പോയിന്റ് ഉയർന്ന് 73,161 ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. അതും ഒരു നല്ല സംഖ്യ തന്നെയാണ്. ഇനി ഡോളർ രൂപ വ്യാപാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 82 രൂപ 88 പൈസയ്ക്കാണ് ഡോളർ രൂപ വ്യാപാരം നടത്തുന്നത്. ഇന്ന് രാവിലെ 12 പൈസയുടെ നേട്ടമാണ് രൂപയുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഡോളറിനെതിരായ ഇന്ത്യയുടെ ഒരു കരുത്ത് കൂടുന്നു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ശേഷി മെച്ചപ്പെടുന്നു എന്നതിൻ്റെ ഒരു സൂചകമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമ്മുടെ പ്രത്യേക അതിഥിയുണ്ട്. DBFSന്റെ ഡയറക്ടർ ശ്രീ KV സാമുവലാണ്. ശ്രീ KV സാമുവൽ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് തന്നെ പറയാം. ഓഹരി വിപണിയിൽ ഈ 73,000 പോയിന്റ് സെൻസെക്സ് കടക്കുന്നത് ചുരുങ്ങിയ ദിവസങ്ങളിലാണ്. ഡിസംബർ 27-നാണ് 72,000 കടന്നത്. അതേപോലെ തന്നെ 25 വ്യാപാര ദിനങ്ങളിലാണ് 21,000-ൽ നിന്ന് 22,000-ലേക്കുള്ള നിഫ്റ്റിയുടെ ഒരു ട്രാവൽ. ഇതിനിടെ ഈ വിലക്കയറ്റത്തിൻ്റെതായിട്ടുള്ള ഡേറ്റയൊക്കെ വരുന്നുണ്ട്. വിലക്കയറ്റം സ്വല്പം ആശങ്കാജനകമാണ്. എന്നിരുന്നാലും ഈ IT മേഖലയുടെ ചുവട് പിടിച്ച് വിപണികൾ ഇങ്ങനെ ഉയർന്നു പോകുന്നു. പക്ഷേ ഇവിടെ ഒരു കറക്ഷനുള്ളൊരു സാധ്യതയുണ്ടോ? രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് റെക്കോർഡ് കടന്നിരുന്നു. വിവിധ കാരണങ്ങൾ ഈ റെക്കോർഡ് കടക്കുന്നതിന് പിന്നിലുണ്ട്. ഒന്നാമത്തെ കാരണം IT മേഖലയിൽ ഉണ്ടായ ഉണർവാണ്. കഴിഞ്ഞ ആഴ്ച TCSന്റെയും ഇൻഫോസിസിന്റെയും ഒക്കെ ഫലം വന്നിരുന്നു. അതൊക്കെ മെച്ചപ്പെട്ട ഫലങ്ങളായിരുന്നു. ഇപ്പോൾ വിപ്രോയുടെ ഫലം വന്നു. വിപ്രോയുടെ ഓഹരികൾ 52 ആഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് മാറി. അപ്പോൾ ഈ IT മേഖലയുടെ ഒരു തിളക്കത്തിന്റെ ചുവട് പിടിച്ച് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണികളും റെക്കോർഡ് കടന്നു. ശ്രീ KV സാമുവൽ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ KV സാമുവൽ, ചുരുങ്ങിയ കാലത്തിൽ 73,000-ഉം 22,000-ഉം IT മേഖലയിലെ ഒരു ഉണർവ് എങ്ങനെ വിലയിരുത്തുന്നു? ഒരു കറക്ഷനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത ഒരു ദിവസമാണ്. മാർക്കറ്റിൽ ഒരു പ്രത്യേക ഉണർവ് നമ്മൾ ഈ ഓപ്പണിംഗ് ഡേയിൽ തന്നെ കണ്ടു. ഈ ആഴ്ചത്തെ ഓപ്പണിംഗ് ഡേയിൽ തന്നെ കണ്ടു. അത് തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വരുന്ന ദിവസങ്ങളിൽ കറക്ഷൻ ഉണ്ടാകുമോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല. എങ്കിലും പൊതുവെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് വിപ്രോ, ONGC, HCL ടെക്. ടോപ്പ് ലൂസേഴ്സ് HDFC ലൈഫ്, ബജാജ് ഫൈനാൻസ് ആൻഡ് ടാറ്റ കൺസ്യൂമർ.
മാർക്കറ്റ് ക്ലോസിങ്ങിലും ഏകദേശം ഈ ലെവലിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടുതൽ നമുക്ക് 4:45 അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു. അതെ, എന്തായാലും ഓഹരി വിപണികൾ നേട്ടത്തിലാണ്. ആ കുതിപ്പ് തുടരട്ടെ. ഇത് സൂചിപ്പിക്കുന്നത് രാജ്യത്തെ കമ്പനികളൊക്കെ ഒരു ആരോഗ്യത്തിലാണ് എന്നതാണ്. അത് തീർച്ചയായും സാധാരണക്കാരന്റെ സാമ്പത്തിക ശേഷിയിലും ഈ തൊഴിൽ സൃഷ്ടിയിലൂടെയൊക്കെ അത് വലിയ തോതിൽ സാധാരണക്കാരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. മാർക്കറ്റ് വ്യൂവിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വൈകുന്നേരം 4:45 കാണാം. നമസ്കാരം. ബാക്ക് ടു ഉന്മേഷ്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചുകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നൊരു വാർത്ത, പോലീസ് അവിടെ ലാത്തി വീശിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെ എന്നുള്ളതാണ്. പ്രവർത്തകർ ബാരിക്കേഡ് തകർത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒട്ടേറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു മറ്റു വാർത്തകളൊക്കെ ഇല്ലേ എന്ന്. ഒപ്പം ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇനി പോകുന്നത് ഭാരത് ജോഡോ യാത്രയിലേക്കാണ്. കലാപ ബാധിതമായ മണിപ്പൂരിന്റെ മണ്ണിലൂടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര 2ാം ദിനം തുടരുകയാണ്. ഏറെ രക്തച്ചൊരിച്ചിലുണ്ടായ കാങ്പോംബിയിൽ റോഡിലിറങ്ങി രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. കർശന സുരക്ഷയ്ക്കിടയിലൂടെയാണ് രാഹുലിന്റെ യാത്ര. വൈകിട്ടോടെ സംഘം നാഗാലാൻഡിൽ പ്രവേശിക്കും. ന്യായ് യാത്രയ്ക്ക് ലഭിക്കുന്ന പിന്തുണ കേന്ദ്ര സർക്കാരിനുള്ള മറുപടി എന്നാണ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24നോട് പറഞ്ഞത്. ഈ സംഘത്തിനൊപ്പം നിതിൻ അംബുജനുണ്ട്. 24 പ്രതിനിധി നിതിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. 2ാം ദിവസത്തെ ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ മണിപ്പൂരിൽ പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ സേനാപതിയിൽ രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ട്. സേനാപതിയിൽ രാഹുൽ ഗാന്ധി കാണാൻ നിരവധി പേർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. രാഹുൽ ഗാന്ധിക്കായി നിരവധി പേർ ഇവിടെ കാണാനായി എത്തിയിരിക്കുന്നു. മാത്രമല്ല രാഹുൽ ഗാന്ധി ആളുകൾ തടിച്ചുകൂടുന്ന ഇടങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി ബസ്സിൽ നിന്നും താഴെ ഇറങ്ങുന്നുണ്ട്. ജനങ്ങളെല്ലാം തന്നെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ സേനാപതിയിൽ വലിയ തരത്തിലുള്ളൊരു ജനപങ്കാളിത്തം ഈ ഒരു ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് മണിപ്പൂർ വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കാങ്കോപ്പിയിൽ രാഹുൽ ഗാന്ധി പദയാത്ര നടത്തുകയും ചെയ്തു. കുക്കികൾക്ക് സ്വാധീനമുള്ള മേഖലയാണ് കാങ്കോപ്പി. കാങ്കോപ്പിയിൽ അവിടെ നിന്ന് രാഹുൽ ഗാന്ധി റോഡിന് ഇരുവശമുള്ള ആളുകളെ കാണാനായി താഴെ ഇറങ്ങുകയും അതോടൊപ്പം തന്നെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. എന്തായാലും സേനാപതിയിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം മണിപ്പൂർ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രി ആ ഒരു കാര്യം തന്നെ ഉന്നയിച്ചുകൊണ്ട് സേനാപതിയിലും പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചു. എന്തായാലും ശക്തമായ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യം എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും മുന്നോട്ട് പോകും. നമ്മളോടൊപ്പം സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ ചേരുന്നു. മണിപ്പൂർ വലിയ പിന്തുണ പ്രകടമാണ്. മണിപ്പൂരിലെ വന്നപ്പോൾ ഞാൻ കണ്ടല്ലോ, ഇതുപോലെ ഏത് നേതാവിന് കിട്ടും. ഇവിടെ അവർ തമ്മിൽ ഏറ്റവും വലിയ സ്പർദ്ധയുണ്ട്. പക്ഷെ ആ സ്പർദ്ധയൊന്നും രാഹുൽ ഗാന്ധി വരുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിലില്ല. അതാണ് ഈ കാണുന്നത്. ഇപ്പം സേനാപതിയിൽ കാണുന്ന ഈ വലിയ ജനക്കൂട്ടം, അവരുടെ ആഹ്ലാദം, അവിടെ ഞങ്ങൾക്ക് വളരെയേറെ സംതൃപ്തിയുണ്ട്, വളരെ അഭിമാനം തോന്നുന്നുണ്ട്. ഈ മണിപ്പൂരിൻ്റെ ഏറ്റവും മുറിവുകൾ ഉണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിട്ട് മണിപ്പൂരിൽ തുടങ്ങാൻ തീരുമാനിച്ചത് ഏറ്റവും ഉചിതമായി എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. പിന്തുണ കാണുന്നുണ്ട്. സർക്കാരിനുള്ള മറുപടിയാണോ മണിപ്പൂർ? തീർച്ചയായിട്ടും. എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണയോടെ തന്നെ യാത്ര മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ KC വേണുഗോപാൽ വ്യക്തമാക്കിയത്. മാത്രമല്ല മണിപ്പൂർ സർക്കാരിനുള്ള ഒരു മറുപടിയാണ് ഈ ജനസാഗരം എന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കുന്നു. രാഹുൽ ഗാന്ധി അടക്കം ഇപ്പോൾ താഴെ ഇറങ്ങിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. ഇനി നേരെ നാഗാലാൻഡിലേക്ക് യാത്ര പോകും. ഇന്ന് കൊഹിമയിൽ യാത്ര സമാപിക്കുന്ന തരത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ മണിപ്പൂർ കലാപവും മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി തന്നെയാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. മണിപ്പൂരിലെ സേനാപതിയിൽ നിന്ന് ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ, 24. നിതിൻ അംബുജൻ ഭാരത് ജോഡോ സംഘത്തിനൊപ്പമുണ്ട്. അവർക്കൊപ്പം സഞ്ചരിച്ച് അതത് സമയങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഗോവിന്ദൻ നായർ, ജോഡോ ജോറാണെന്ന് പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇന്ന് നാഗാലാൻഡിലേക്ക് എത്തുകയാണ്. നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലേക്കാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. സഖ്യ തീരുമാനങ്ങൾ, പ്രഖ്യാപനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ത്യ സഖ്യത്തിൽ ഇല്ല എന്നാണ് BSP നേതാവ് മായാവതി വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യ സാധ്യത തേടാനാണ് പാർട്ടിയുടെ തീരുമാനം. അതിനിടെ ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനവും പ്രചാരണവും വൈകുന്നതിൽ JDU അതൃപ്തി അറിയിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് മായാവതിയുടെ തീരുമാനം. സഖ്യസാധ്യത തെരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിക്കും. हमने सन 2007 में यहाँ आबादी के हिसाब से देश के सबसे बड़े प्रदेश उत्तर प्रदेश में अकेले ही चुनाव लड़कर फिर अपनी पार्टी की पूर्ण बहुमत की सरकार भी बनाई थी.
ഉത്തർപ്രദേശിൽ BJPയുമായി നേർക്കുനേർ മത്സരത്തിനൊരുങ്ങുന്ന ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാണ് മായാവതിയുടെ തീരുമാനം. മധ്യപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും BSP പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും. പശ്ചിമബംഗാളിൽ ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സമിതിയുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നാണ് മമതാ ബാനർജിയുടെ നിലപാട്. ഉപാധികളോടെ പരമാവധി 3 സീറ്റുകളെ നൽകാൻ കഴിയൂ എന്നാണ് തൃണമൂലിന്റെ ഫോർമുല. ഇത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുന്നില്ല. ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ JDU അതൃപ്തി അറിയിച്ചു. ദേശീയ തലത്തിലുള്ള സഖ്യത്തിന്റെ പ്രചാരണം നേരത്തെ ആരംഭിച്ചില്ലെങ്കിൽ ഗുണം ചെയ്യില്ലെന്നും JDU ഇന്ത്യ സഖ്യ നേതാക്കളെ അറിയിച്ചു. 24 ഡൽഹി. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ BJP കണ്ണ് വെച്ചിരിക്കുന്ന ഒരു മണ്ഡലം തൃശ്ശൂരാണ്. പ്രധാനമന്ത്രി നാളെയും വരുന്നുണ്ട് കേരളത്തിലേക്ക്. അദ്ദേഹം തൃശ്ശൂരിലും ആ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശത്തും പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നാളെ എത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് കേന്ദ്ര ഏജൻസികളുടെ കർശന നിരീക്ഷണത്തിലാണ് കൊച്ചി ഇപ്പോഴുള്ളത്. റോഡ് ഷോ നടക്കുന്ന രാജേന്ദ്ര മൈതാനി മുതൽ ഗസ്റ്റ് ഹൌസ് വരെയുള്ള ഭാഗത്ത് SPG ആണ് സുരക്ഷ ഒരുക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്കാണ് പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങുക. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നാവികസേന വിമാനത്താവളത്തിലെത്തും. 6 മണിക്കാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റോഡ് ഷോ. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് കൊച്ചി നഗരത്തിൽ. SPGയുടെ നിർദ്ദേശപ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്ന് രാത്രി നിലവിൽ വരും. റോഡ് ഷോയ്ക്ക് ശേഷം രാത്രി പ്രധാനമന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വിശ്രമിക്കും. 17 പുലർച്ചെ 6:30 ഗുരുവായൂരിലേക്ക് യാത്ര തിരിക്കും. നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ ഉൾപ്പെടെ 4 വിവാഹങ്ങളിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അന്താരാഷ്ട്ര കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രവും പുതിയ ഡ്രൈഡോക്കും ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മറൈൻ ഡ്രൈവിൽ BJP സംഘടിപ്പിക്കുന്ന പരിപാടിയിലും പങ്കെടുക്കും. 24 കൊച്ചി. അടുത്ത വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. KJ ജോയ് ഇനി ഓർമ്മ. സംഗീത സംവിധായകൻ KJ ജോയ് അന്തരിച്ചു. 77 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മലയാളത്തിന് ഒട്ടേറെ മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച പ്രതിഭയാണ് വിടവാങ്ങിയത്. തൃശൂർ നെല്ലിക്കുന്നാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. പക്ഷാഘാതത്തെ തുടർന്ന് കുറച്ചു കാലങ്ങളായി ചികിത്സയിലായിരുന്നു KJ ജോയ്. ഇന്ന് പുലർച്ചെ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 2:30 മണിയോടെ മരിച്ചു. വിദേശത്തുള്ള 2 മക്കളും നാളെ വൈകിട്ട് ചെന്നൈയിൽ എത്തിച്ചേരും. അതിനുശേഷം അപ്പോളോ ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ചുള്ള മൃതദേഹം ചെന്നൈ ശാന്തോംപള്ളിക്ക് സമീപമുള്ള വസതിയിലെത്തിക്കും. പൊതുദർശനത്തിന് ശേഷം ബുധനാഴ്ച സംസ്കാരം. 18-ാം വയസ്സു മുതൽ സംഗീതജ്ഞൻ MS വിശ്വനാഥിനൊപ്പം പ്രവർത്തിച്ച KJ ജോയ് നിരവധി ഹിറ്റ് ഗാനങ്ങളാണ് മലയാളത്തിന് സമ്മാനിച്ചത്. ഹിന്ദി സിനിമകളിൽ പശ്ചാത്തല സംഗീതവും ഒരുക്കി. മലയാളത്തിലെ ആദ്യ ടെക്നോ മ്യൂസീഷ്യൻ എന്നാണ് KJ ജോയ് അറിയപ്പെട്ടിരുന്നത്. ചെന്നൈ. ഒട്ടേറെ മനോഹര ഗാനങ്ങൾ ഒരുക്കിയ സംഗീത സംവിധായകനാണ് അദ്ദേഹം. മലയാള ചലച്ചിത്ര രംഗത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 70കളിൽ തന്നെ കീബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ KJ ജോയ് ഉപയോഗിച്ചിരുന്നു. മെലഡിയും ആസ്വാദകരെ ചുവടുവെപ്പിക്കുന്ന ഗാനങ്ങളും ഒരുപോലെ വഴങ്ങിയിരുന്ന KJ ജോയ് 200-ലേറെ സിനിമകൾക്കാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. പാശ്ചാത്യ ശൈലിയിൽ KJ ജോയ് ഒരുക്കിയ അനുപല്ലവിയിലെ ഈ ഗാനം മൂളാത്ത മലയാളികളുണ്ടാവില്ല. 70കളിൽ സംഗീതരംഗത്തെ ആധുനിക സംഗീതങ്ങൾ KJ ജോയ് മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തി. പുഷ്പങ്ങൾ പൂമഴ പെയ്തു, കസ്തൂരി മാൻമിഴി മലർസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. ജയൻ എന്ന നടനെ അടയാളപ്പെടുത്തിയ മനുഷ്യമൃഗത്തിലെ ഈ ഗാനവും ചിട്ടപ്പെടുത്തിയത് മറ്റാരുമല്ല, ഇനിയുമുണ്ട് MS വിശ്വനാഥിന്റെ അക്കോർഡിയൻ ആർട്ടിസ്റ്റായിരുന്ന KJ ജോയുടെ ഹിറ്റുകൾ. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും. 1975 പുറത്തിറങ്ങിയ ലവ് ലെറ്റർ ആയിരുന്നു സ്വതന്ത്ര സംഗീത സംവിധായകനായുള്ള ആദ്യ ചിത്രം. പിന്നെ ആസ്വാദകർ നെഞ്ചേറ്റിയ നിരവധി ഗാനങ്ങൾ. സ്വർണ്ണമീനിന്റെ ചേലത്ത കണ്ണാടേ എന്റെ രോമാഞ്ചമായി മുന്നിൽ വാ,
സ്വർണം നീ നിന്റെ ചേലൊത്ത 1994 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ദാദവരെ 200-ലേറെ ചിത്രങ്ങൾ. നിരവധി ഹിന്ദി ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതവും KJ ജോയ് ഒരുക്കിയിട്ടുണ്ട്. മലയാള സിനിമാ സംഗീത ലോകത്ത് തനത് ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയ്ക്ക് 24-ന്റെ ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക് 24. ഒട്ടേറെ പ്രേക്ഷകരും ഇപ്പോൾ KJ ജോയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. ലില്ലി ചുളിയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. അലി മണ്ണാർക്കാട് KJ ജോയ്ക്ക് ആദരാഞ്ജലികൾ എന്ന് പറയുന്നു. ആശയും പ്രണാമം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 24-ന്റെയും ആദരാഞ്ജലികൾ. ഒരു കാലത്ത് നിറഞ്ഞുനിന്ന സംഗീത സംവിധായകനാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇന്ന് കരസേനയുടെ 76-ാം ദിനമായിരുന്നു. 76-ാമത് കരസേനാ ദിനം. ഇതുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഇന്ന് സൈനിക പരേഡ് ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ ചടങ്ങുകൾ തുടരുകയാണ്. രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് സേനാ മേധാവി മനോജ് പാണ്ഡെ വ്യക്തമാക്കിയത്. വൈകിട്ട് നടക്കുന്ന ശൗര്യസന്ധ്യ പരിപാടിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. ലക്നൌവിലെ ഗൂർഖ റൈഫിൾസ് റെജിമെന്റൽ സെന്ററിലെ പരേഡ് ഗ്രൗണ്ടിലാണ് ചടങ്ങുകൾ. സൈനിക ശക്തി വിളിച്ചോതി വിവിധ റെജിമെന്റുകളിലെ വിവിധ കണ്ടിജൻസ് പ്രൗഢഗംഭീരമായ സൈനിക പരേഡ് നടത്തി. സേനയുടെ വിവിധ ബാൻഡ് സംഘങ്ങളും പരേഡിന്റെ ഭാഗമായി. രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കരസേനാ മേധാവി മനോജ് പാണ്ഡെ. बीते वर्ष में भारतीय सेना ने समस्त सुरक्षा चुनौतियों का पूरी दृढ़ता और प्रतिबद्धता से सामना किया है. സൈനികർക്കും വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങൾക്കും ചടങ്ങിൽ മെഡലുകൾ വിതരണം ചെയ്തു. വിവിധ അഭ്യാസ പ്രകടനങ്ങളും നടന്നു. कैप्टन महाला ने ये फॉर्मेशन प्रतीक है सभी चाहते हैं. വൈകിട്ട് നടക്കുന്ന ശൗര്യസന്ധ്യയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ എന്നിവർ പങ്കെടുക്കും. 24 ഡൽഹി. അപ്പോൾ അങ്ങനെ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുകയാണ് നമ്മുടെ സേന. നേരത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ആലപ്പുഴയിൽ നിന്നുള്ള വാർത്ത നൽകിയിരുന്നുവല്ലോ. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരത്തിന് നേടെയാണ് പോലീസിന് ലാത്തിടി ഉണ്ടായത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ റോഡ് ഉപരോധിക്കുകയാണ്. പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ചാണ് റോഡ് ഉപരോധം. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഭാഗത്തോടെ വാഹനങ്ങൾ അവർ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. അതിൽ 7 പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, ഒപ്പം സംസ്ഥാന വൈസ് പ്രസിഡന്റായ അരിത ബാബു, ജില്ലയിലെ മറ്റൊരു പ്രമുഖ നേതാവ്, അങ്ങനെ 7 പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ പരിസരത്ത് റോഡ് ഉപരോധം നടത്തുന്നത്. നേരത്തെ ഉണ്ടായ പോലീസ് നടപടിയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ആലപ്പുഴ DCC അധ്യക്ഷൻ ബാബുപ്രസാദ് അടക്കം എത്തിയാണ് പ്രവർത്തകരെ അവിടെ നിന്ന് പിന്തിരിപ്പിച്ച് മാറ്റിയത്. ഇപ്പോൾ പരിക്കേറ്റ പ്രവർത്തകരെ അവിടെ ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ റോഡ് ഉപരോധം നടക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. മനീഷ് മഹിവാലുണ്ട്. മനീഷ്, ഈ റോഡ് ഉപരോധം കഴിഞ്ഞതാണോ അതോ പ്രേക്ഷകർ ഇപ്പോഴും അത് തുടരുകയാണോ? ഉന്മേഷ്, ഇവിടെ റോഡ് ഉപരോധിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തകർ എത്തിയത്. പക്ഷേ നേതാക്കൾ എത്തി റോഡ് ഉപരോധം വേണ്ട, നേരത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഉപരോധമോ അല്ലെങ്കിൽ സമരം ഉള്ളപ്പോൾ നേരത്തെ തന്നെ പോലീസിനെ അറിയിക്കുന്നതാണ്. ഇന്ന് മാർച്ചുള്ള വിവരം അറിയിച്ചിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഈ സമയത്ത് റോഡിൽ വലിയ ബ്ലോക്ക് ഉണ്ടാക്കും, ഗതാഗത തടസ്സം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നിലവിൽ ഉപരോധം വേണ്ട എന്നുള്ള നിലപാടിലേക്ക് നേതാക്കൾ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ പ്രവർത്തകരെ നേരത്തെ 7 പേർക്ക് പരിക്കേറ്റിരുന്നു. അങ്ങനെ ആശുപത്രിയിലേക്ക് അവരെ സന്ദർശിക്കാൻ വേണ്ടി പ്രവർത്തകർ അങ്ങോട്ടേക്ക് മടങ്ങി. നിലവിൽ ഉപരോധം വേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് നേതാക്കന്മാർ എത്തിയത്. 7 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ 3 പേർക്ക് തലയ്ക്ക് അടക്കം പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ, മേഘ രഞ്ജിത്ത്, ഗംഗാ ശശിധരൻ അടക്കമുള്ള പ്രവർത്തകർക്കാണ് പോലീസ് ലാത്തി ചാർജിൽ തലയ്ക്ക് പരിക്കേറ്റത്. നിലവിൽ ഉപരോധം അവസാനിപ്പിച്ചു. പ്രവർത്തകർ മടങ്ങിപ്പോവുകയാണ്. ഉന്മേഷ്. ശരി മനീഷ്, ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പോലീസ് ലാത്തി ചാർജിൽ പ്രതിഷേധിച്ചുള്ള ഉപരോധം അവസാനിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് മടങ്ങുകയാണ്.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. നിങ്ങൾക്കറിയാം, കുറേ ദിവസങ്ങളായി ഉത്തരേന്ത്യയിൽ കൊടും ശൈത്യമാണ്. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല. രൂക്ഷമായ മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ മാത്രം 100ഓളം വിമാനങ്ങൾ വൈകി എന്ന് അധികൃതർ അറിയിച്ചു. ഡൽഹി വിമാനത്താവളത്തിൽ വൻ തിരക്കുണ്ട്. രാജ്യ തലസ്ഥാനത്ത് വായു മലിനീകരണവും രൂക്ഷമാണ്. അതിശൈത്യത്തെ തുടർന്നുള്ള ശക്തമായ മൂടൽമഞ്ഞാണ് ഗതാഗതത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. യാത്രയ്ക്ക് മുൻപ് എയർലൈൻ അധികൃതരുമായി ബന്ധപ്പെടണമെന്ന് ഡൽഹി വിമാനത്താവളത്തിലെ അധികൃതർ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ വൈകിയതിൽ യാത്രക്കാരുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് നിർദ്ദേശം. വ്യോമ ഗതാഗതത്തിന് പുറമെ ട്രെയിൻ, റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. 18 ട്രെയിനുകളാണ് ഡൽഹിയിൽ വൈകിയത്. പലയിടങ്ങളിലും ദൃശ്യപരിധി 0-മായി. 3.1 ഡിഗ്രി സെൽഷ്യസാണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയ താഴ്ന്ന താപനില. കൊടും ശൈത്യത്തിനിടെ ഡൽഹിയിലെ സ്കൂളുകൾ ഇന്ന് തുറന്നു. ഹരിയാനയിൽ ശൈത്യകാലാവധി ഈ മാസം 18 വരെ നീട്ടി. ഡൽഹിയിൽ അതിശൈത്യത്തോടൊപ്പം വായു മലിനീകരണം രൂക്ഷമായതോടെ ജനജീവിതം ദുരിതത്തിലായി. ഗ്രാബ് 3 പ്രകാരമുള്ള നിയമങ്ങളാണ് മലിനീകരണ നിയന്ത്രണത്തിന് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 24 ഡൽഹി. വലിയ മൂടൽമഞ്ഞുണ്ടായിരുന്നു. വിമാനം പുറപ്പെടാൻ വൈകിയത് കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത്. ഇൻഡിഗോ വിമാനത്തിലാണ് ഇങ്ങനെ മൂടൽമഞ്ഞ് കാരണം വിമാനം പുറപ്പെടാൻ വൈകുകയാണ് എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പൈലറ്റിന് യാത്രക്കാരന്റെ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഡൽഹി വിമാനത്താവളത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഡൽഹിയിൽ നിന്ന് ഗോവയിലേക്ക് പുറപ്പെടാനിരുന്ന ഇൻഡിഗോ 6C-2175 വിമാനത്തിലാണ് യാത്രക്കാരന്റെ അതിക്രമം. കനത്ത മൂടൽമഞ്ഞ് കാരണം വിമാനം പുറപ്പെടാൻ വൈകുമെന്ന് മൈക്കിലൂടെ പറഞ്ഞതിന് പിന്നാലെയാണ് പ്രകോപിതനായ യാത്രക്കാരൻ സീറ്റിൽ നിന്ന് ഓടി വന്ന് പൈലറ്റിനെ മർദ്ദിച്ചത്. രാവിലെ 7 മണിയോടെയാണ് വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. പക്ഷേ മൂടൽമഞ്ഞ് കാരണം മണിക്കൂറുകൾ വൈകി. ഉച്ചയായിട്ടും വിമാനം പുറപ്പെട്ടില്ല. ഈ സമയം വിമാനത്തിലുണ്ടായിരുന്ന ക്രൂ മുഴുവൻ മാറി പുതിയ ക്യാബിൻ ക്രൂ വിമാനത്തിൽ കയറി. മാറി വന്ന പുതിയ പൈലറ്റ് മൈക്കിൽ വിമാനം പുറപ്പെടാൻ ഉച്ചയ്ക്ക് 2:30 കഴിയുമെന്ന് പറഞ്ഞതോടെയാണ് മണിക്കൂറുകളോളം വിമാനത്തിൽ കാത്തിരുന്ന യാത്രക്കാരൻ പ്രകോപിതനായി പൈലറ്റിനെ മർദ്ദിച്ചത്. ജീവനക്കാർ തടഞ്ഞതോടെയാണ് ആക്രമണം അവസാനിപ്പിച്ചത്. മറ്റൊരു യാത്രക്കാരനാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. സാഹിൽ കട്ടാരിയ എന്നയാളാണ് ആക്രമിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാളെ ഡൽഹി പോലീസിന് കൈമാറി. വിമാനയാത്ര വിലക്കടക്കം ഇയാൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ രൂക്ഷമായ വിമർശനമാണ് മർദ്ദിച്ചാൾക്കെതിരെ ഉയരുന്നത്. മൂടൽമഞ്ഞ് കാരണം വിമാനം വൈകിയതിന് പൈലറ്റ് എന്ത് പിഴച്ചു എന്ന ചോദ്യമാണ് നെറ്റിസൻസിനിടയിൽ ഉയരുന്നത്. 24 ഡൽഹി. ഉത്തരേന്ത്യയിൽ ഇത്തരത്തിൽ മൂടൽമഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിലും ഉണ്ടായിരുന്നു. 2 വിമാനങ്ങൾ വൈകി. ഇന്നലെ അർദ്ധരാത്രി ദുബായിലേക്ക് പോകേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനം ഇന്ന് രാവിലെ 10 മണിക്കാണ് പുറപ്പെട്ടത്. പലതവണ സമയം മാറ്റിയത് യാത്രക്കാരുടെ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ബംഗളൂരു, മുംബൈ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾക്കും സമയക്രമം പാലിക്കാൻ കഴിഞ്ഞില്ല. ഒരു വിഷമകരമായ വാർത്തയിലേക്കാണ് നമ്മൾക്കിനി പോകേണ്ടി വരുന്നത്. തമിഴ്നാട് ചെങ്കൽപ്പെട്ടിൽ മാതാവും മകനും കിണറ്റിൽ വീണ് മരിച്ചു. വിമല റാണി, മകൻ പ്രവീൺ എന്നിവരാണ് മരിച്ചത്. കൂവത്തൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. മനേഷ് മൂർത്തിയുണ്ട് വിശദാംശങ്ങളുമായി. മനേഷ്, ഇതെന്താണ് സംഭവിച്ചത്? ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. മകനും, അതായത് വിമലയും മകൻ പ്രവീണും കിണറ്റിൻകരയിൽ നിന്ന് തുണി കഴുകുകയായിരുന്നു, അലക്കുകയായിരുന്നു. ആ സമയത്താണ് പ്രവീൺ കാൽവഴുതി കിണറ്റിലേക്ക് വീഴുന്നത്. ഈ പ്രവീണിനെ രക്ഷിക്കാനായാണ് വിമല കിണറ്റിലേക്ക് ചാടിയത്. അങ്ങനെ രണ്ടുപേരും മരിച്ചു. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാം വളരെ വേഗത്തിൽ തന്നെ ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ രണ്ടുപേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും അറിയാൻ സാധിച്ചത്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്. പൊങ്കൽ ആഘോഷങ്ങൾ നടക്കുകയാണ് തമിഴ്നാട്ടിൽ. ഇതിനിടെയാണ് ഈ ഒരു ദുരന്ത വാർത്ത കൂടി വരുന്നത്. എന്തായാലും വിമല റാണിയും അതുപോലെ തന്നെ മകൻ പ്രവീണുമാണ് മരിച്ചത്. ഉന്മേഷ്. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ റോഡ് ഉപരോധം സംബന്ധിച്ച വാർത്ത നൽകിയപ്പോൾ ഒരു പ്രേക്ഷകൻ ഇട്ട കമന്റാണ്. ഷഫീർ മണ്ണാർക്കാട്. റോഡ് ഉപരോധം വേണ്ട എന്ന് തീരുമാനിച്ച നേതാക്കൾക്ക് അഭിനന്ദനങ്ങൾ. ഉപരോധം നിർബന്ധമെങ്കിൽ ഭരണപക്ഷ നേതാക്കളുടെ വീടുകളിലേക്കുള്ള റോഡുകൾ ഉപരോധിച്ചു എന്തിന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമാണ് അവിടെ ഉയർത്തിയത്. അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. തൃശ്ശൂരിലേക്കാണ്. ലൂർദ് കത്തീഡ്രലിൽ സ്വർണ്ണ കിരീടം വഴിപാടായി നൽകി സുരേഷ് ഗോപി. മകളുടെ വിവാഹത്തിന് മുന്നോടിയായിട്ടാണ് കിരീടം സമർപ്പിച്ചത്. നേരത്തെ ലൂർദ് പള്ളിയിൽ പെരുന്നാളിനെത്തിയപ്പോൾ സുരേഷ് ഗോപി പുതിയ പൊൻകിരീടം നേർച്ചയായി നൽകാൻ സന്നദ്ധത അറിയിച്ചിരുന്നു. തിരുസ്വരൂപത്തിലെ കിരീടമിളകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയായിരുന്നു തീരുമാനം. തുടർന്ന് കയ്യിലുള്ള സ്വർണം പരുമല സ്വദേശി അനന്തനാചാരിക്ക് നൽകി കിരീടം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചു. ഒരു കിരീടം വേണം, ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം അത് സ്വർണ്ണ കിരീടമായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിനകത്തൊന്നും നോക്കണ്ട, നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് അദ്ദേഹം നമ്മൾ ചെയ്തു കൊടുത്ത് പൂർണ്ണ മനസ്സോടെ
നിൽക്കുമായിരുന്നു. 2 ആഴ്ച കൊണ്ടാണ് കിരീടം നിർമ്മിച്ചത്. തുടർന്ന് ഇന്ന് രാവിലെ കുടുംബത്തോടൊപ്പം എത്തി കിരീടം സമർപ്പിക്കുകയായിരുന്നു. വികാരി ഫാദർ ഡേവിഡ് പുലിക്കോട്ടിലിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. മറ്റന്നാൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. 24 തൃശൂർ. കെ ജെ ജോയി സംഗീത സംവിധായകന് പ്രേക്ഷകർ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. പ്രസാദ് ആചാര്യ പറയുന്നു, മലയാള ചിത്രഗാന ലോകത്തെ ആദ്യത്തെ ടെക്നോ മ്യൂസിഷ്യൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് എന്ന് പറയുന്നു. ഉണ്ണിമേനോൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരുപിടി ഗാനങ്ങൾക്ക് സംഗീതം നൽകിയാണ് അദ്ദേഹം യാത്രയായത് എന്ന് പറയുന്നു. പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത റിപ്പോർട്ടിലേക്ക് കൂടി പോവുകയാണ്. സാഹിത്യകാരന്മാരുടെ രാഷ്ട്രീയ വിമർശനം നല്ല പ്രവണതയാണെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. MGയുടെ വിമർശനം വിവാദമാക്കാതെ അതിന്റെ മർമ്മം മനസ്സിലാക്കാൻ തയ്യാറാകണം. കേരളത്തിലെ ഗവർണർ സർക്കാർ തർക്കത്തിൽ ഇടപെടുന്നില്ലെന്നും എല്ലാവർക്കും സൽബുദ്ധി ഉണ്ടാകട്ടെ എന്നും ഗോവ ഗവർണർ 24നോട് പറഞ്ഞു. MTയുടെ വിമർശനം ഉയർത്തിയ വിവാദങ്ങളെ എഴുത്തുകാരൻ കൂടിയായ ഗോവ ഗവർണർ കാണുന്നത് വ്യത്യസ്ത തലത്തിലാണ്. MTയുടേത് നല്ല തുടക്കം. നിലച്ചുപോയ സാഹിത്യകാരന്മാരുടെ രാഷ്ട്രീയ വിമർശനത്തിന് MT വീണ്ടും തുടക്കമിട്ടു. ഇതിനെ രാഷ്ട്രീയ തർക്കമാക്കാതെ പരിശോധിക്കാൻ എല്ലാവരും തയ്യാറാകണം. വിമർശനം ദിശാബോധം നൽകാൻ സാധിക്കുമെന്നും ശ്രീധരൻപിള്ള 24നോട് പറഞ്ഞു. ഇതൊരു നല്ല പ്രവണതയാണ്. കാരണം സാഹിത്യരംഗത്തുള്ളവർക്ക് ഒരു നാടിന് ദിശാബോധം നൽകാൻ സാധിക്കും. കേരളത്തിലും അതായിരുന്നു. പക്ഷെ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സാഹിത്യരംഗത്തുള്ളവർ, പ്രത്യേകിച്ച് സുമാർ അഴീക്കോട് സാറിൻ്റെ മരണത്തിന് ശേഷം ആരും കാലിക പ്രശ്നങ്ങളെ ഗൗരവത്തോടെ പ്രതികരിക്കാത്തൊരവസ്ഥ കേരളത്തിലുണ്ടായി എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിനൊരു മാറ്റമാണ് MTയിലൂടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപകടകരമായ സാഹചര്യം കണ്ടപ്പോൾ പ്രതികരിച്ചതാണ് MT എന്നും വിമർശനത്തിന്റെ മർമ്മം മനസ്സിലാക്കണമെന്നുമാണ് ശ്രീധരൻപിള്ള പറയുന്നത്. പൊതുപ്രവർത്തന രംഗത്ത് മൂല്യച്യുതി അത് ഏറ്റവും ആഴത്തിലേക്ക് പോകുന്ന അപകടകരമായ പ്രവണത കണ്ടപ്പോൾ മധ്യവയോധികനായ നമ്മുടെ എല്ലാം കേരളത്തിൻ്റെ പുണ്യമായ MT പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയ പ്രത്യാരോപണത്തിന് അപ്പുറത്തേക്ക് അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ അതിൽ ഉൾക്കൊള്ളുന്ന അതിൻ്റെ മർമ്മം മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. കേരളത്തിലെ ഗവർണർ സർക്കാർ തർക്കത്തിൽ ഇടപെടുന്നില്ലെന്നും എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്നും ഗോവ ഗവർണർ പറഞ്ഞു. ഭരണഘടനയുടെ ഒരു ചുമതല വഹിക്കുന്ന ആളിന് പരിമിതികളുണ്ട്. ആ പരിമിതിയുടെ അത് തടവെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ പരിമിതി നിന്നുകൊണ്ട് ഞാൻ അഭിപ്രായപ്പെടണമെന്നത് ശരിയല്ല. എല്ലാവർക്കും സർവശക്തൻ സദ്ബുദ്ധി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേരള ഗവർണർ തർക്കത്തിൽ ഗോവ ഗവർണറുടെ ഈ പ്രതികരണത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. ഇപ്പോൾ ജോസഫ് ബ്ലാക്ക് പറയുന്നത് ഭാരത് ജോഡോ ന്യായ് യാത്ര 24 എങ്കിലും കാണിക്കണം എന്നാണ് പറയുന്നത്. നമ്മളത് കാണിച്ചിരുന്നു. രാവിലെ അത് ആരംഭിച്ച സമയത്തൊക്കെ നമ്മൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നൽകിയതാണ്. അതിനുശേഷം നിതിൻ അംബുജൻ ആ യാത്രയ്ക്കൊപ്പമുണ്ട്. നിതിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമാക്കിയിരുന്നു. അതോർക്കുമല്ലോ. വിവാദമായ കൈവെട്ട് പരാമർശത്തിൽ SKSS നേതാവ് സത്താർ പന്തല്ലൂരിനെ പിന്തുണച്ച് സമസ്ത മുഷവറ അംഗം ഉമർ ഫൈസി മുക്കം കൈവെട്ടുമെന്ന് പറഞ്ഞത് പ്രതിരോധത്തിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതി എന്നാണ് വിശദീകരണം. എന്നാൽ പ്രസംഗകർ മതസംഘടനയുടെ ഔന്നിത്യം കാത്തു സൂക്ഷിക്കണം എന്നാണ് സമസ്ത നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. കൈവെട്ട് പരാമർശം കൂടുതൽ ചർച്ചയാക്കാൻ സമസ്ത ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ പരാമർശത്തിന്റെ പേരിൽ സത്താർ പന്തല്ലൂരിനെ ഒറ്റപ്പെടുത്തില്ലെന്നും മുഷവറ അംഗം ഉമ്മർ ഫൈസി മുക്കം വ്യക്തമാക്കി. പ്രസംഗങ്ങളിൽ പ്രകോപനപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന പൊതുനിർദ്ദേശം നൽകി വിവാദം അവസാനിപ്പിക്കാനുള്ള തിരക്കിട്ട നീക്കമാണ് സമസ്തയിൽ നടക്കുന്നത്. കൈവെട്ട് പരാമർശം ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് നേതാക്കൾ പറയുന്നത്. സത്താർ പന്തല്ലൂർ സമാധാനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണെന്നാണ് സമസ്ത നേതാവ് ഉമ്മർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം. കൊടാളെടുത്ത് കൈവെട്ടും വാളെടുത്ത് കൈവെട്ടും എന്നൊന്നും ആയിരിക്കില്ല ഉദ്ദേശിക്കുക. അതിനെ തടുക്കും പ്രതിരോധിക്കും എന്നുള്ളതിന് അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ആ നിലക്കുള്ളൊരു പ്രയോഗമാണെന്ന് കരുതിയാൽ മതി. അതാണ് അദ്ദേഹം അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ആ നിലക്ക് അതൊരു തീവ്രവാദ സ്വഭാവമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. അങ്ങനെ കഴിയുന്നതും അങ്ങനത്തെ പ്രയോഗങ്ങൾ, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രയോഗങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. വിവാദ പ്രസംഗത്തിൽ IPC 153 വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രസംഗം വളച്ചൊടിച്ചതാണെന്നും കേസിന് പിന്നിൽ സമസ്തയോട് വിരോധമുള്ളവരാണെന്നുമാണ് സമസ്തയുടെ ആരോപണം. 24 കോഴിക്കോട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിനി തമിഴ്നാട്ടിലേക്കൊന്ന് പോവുകയാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ പൊങ്കൽ ആഘോഷമാണ്. അതിലേക്കാണ്. തൈപ്പൊങ്കൽ അത് ആഘോഷിക്കുകയാണ് തമിഴ്നാട് ഇപ്പോൾ. സൂര്യദേവനുള്ള സമർപ്പണമായി പൊങ്കൽ അർപ്പിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. അടുത്ത 2 ദിവസം കൂടി പൊങ്കൽ ആഘോഷങ്ങൾ ഉണ്ടാകും തമിഴ്നാട്ടിൽ.
ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പൊലിമ ഒട്ടും കുറയാതെയായിരുന്നു തൈപ്പൊങ്കൽ ആഘോഷം. ചെന്നൈയിലെ ഭജൻകോവിൽ തെരുവുൾപ്പെടെ സംസ്ഥാനത്തെ നിരവധിയിടങ്ങളിൽ സ്ത്രീകൾ സമൂഹമായി പൊങ്കൽ അർപ്പിച്ചു. ഒരു വർഷത്തെ സമ്പൽ സമൃദ്ധിക്ക് സൂര്യദേവനുള്ള നന്ദി പറച്ചിലാണ് തൈപ്പൊങ്കലിന്റെ ഐതിഹ്യം. வெளியூர் அதாவது டவுன் சவுத், தமிழ்நாடு டவுன் சவுத் போனீங்கன்னா பொங்கல்லாம் ரொம்ப சிறப்பாக கொண்டாடுவாங்க. சென்னையில் அது சில இடங்களில் நம்மளால் பார்க்க முடியல டியூ டு அர்பனைசேஷன். நம்ம கொஞ்சம் வளர்ந்துட்டோம் அப்படின்றதுக்காக பழைய விஷயங்களை மறந்துட்டு இருக்கோம். പൊങ്കലാഘോഷങ്ങളുടെ തുടക്കമാണ് തൈപ്പൊങ്കൽ. നാളെ മാട്ടുപ്പൊങ്കലും അടുത്ത ദിവസം കാണും പൊങ്കലും ആഘോഷിക്കും. ഇതോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. പൊങ്കലിനോടനുബന്ധിച്ചുള്ള ജല്ലിക്കെട്ട് മത്സരങ്ങളും തുടങ്ങി. മധുരയിലെ അവണിയാപുരത്താണ് പ്രധാന വേദി. പാലമേട്, അളങ്കനല്ലൂർ എന്നിവിടങ്ങളിൽ നാളെ ജല്ലിക്കെട്ട് നടക്കും. ഒരു വർഷത്തെ സമ്പൽ സമൃദ്ധിക്ക്, നന്മയ്ക്ക് സൂര്യഭഗവാന് ആദരമർപ്പിച്ചുകൊണ്ട് പൊങ്കൽ അർപ്പിച്ചു കഴിഞ്ഞു തമിഴ് ജനത. ആഘോഷങ്ങൾ ഇവിടെ തീരുന്നില്ല. മാട്ടുപൊങ്കലും കഴിഞ്ഞ് കാണും പൊങ്കൽ ദിനം വരേക്കും തമിഴ്നാട്ടിലെ പൊങ്കൽ ആഘോഷങ്ങൾ നീളും. ചെന്നൈയിൽ നിന്ന് ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24. അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു മാസത്തിനിടെ ഐസ്ലൻഡിൽ രണ്ടാം തവണയും അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായി. അപകട സാധ്യത കണക്കിലെടുത്ത് സമീപ പട്ടണത്തിലേക്ക് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ റിപ്പോർട്ട് കാണാം. ഇന്നലെയാണ് തെക്കു പടിഞ്ഞാറൻ ഐസ്ലാൻഡിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. തുടർ ഭൂചലനങ്ങളെ തുടർന്ന് ഗ്രിൻഡാവിക് പ്രദേശത്തേക്ക് ലാവ ഒഴുകിയെത്തി. ജനങ്ങളെ രാത്രി തന്നെ ഒഴിപ്പിച്ചു. മുൻപ് ഗ്രിൻഡാവിലേക്ക് ലാവ ഒഴുകിയെത്തിയതിനെ തുടർന്ന് ജനങ്ങളെ 6 ആഴ്ചയാണ് മാറ്റിപ്പാർപ്പിച്ചത്. ഡിസംബർ 22-നാണ് ജനങ്ങൾ മേഖലയിലേക്ക് തിരിച്ചെത്തിയത്. ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിനാൽ ആളപായമില്ലെന്നും വിമാന സർവീസുകളെ സ്ഫോടനം ബാധിക്കില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. ലാവ പ്രവാഹമുള്ള സ്ഥലങ്ങളിൽ റോഡുകൾ അടച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. നമ്മൾ നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സമരം റിപ്പോർട്ട് ചെയ്തുവല്ലോ. റിജോ പറയുന്നുണ്ട്, SFI ഗവർണർ സമരത്തിൽ SFIക്ക് തലോടലും സമാധാനവും, KSUക്കാർക്ക് സമരത്തിന്റെ പ്രതിഫലം തലവണ്ടടിച്ച് പൊട്ടിക്കലാണ് എന്ന് പറയുന്നത്. ഈ കമന്റ് ഞാൻ വായിക്കുന്നില്ല എന്നാണ് റിജോയുടെ വിമർശനം. ഞാൻ ആ കമന്റ് വായിച്ചിരിക്കുന്നു. അതാണ് റിജോയുടെ അഭിപ്രായം ആ വിഷയവുമായി ബന്ധപ്പെട്ട്. നമ്മളൊരു റിപ്പോർട്ടിൽ കൂടി കടക്കുന്നു. അത് കാനഡയിൽ നടക്കുന്ന ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നർത്തകിയും സോഷ്യൽ മീഡിയ താരവുമായ സാന്ദ്ര സലീമിന്റെ മരണകാരണം ചികിത്സാ പിഴവ് എന്നാരോപിച്ചാണ് കാനഡയിൽ പ്രതിഷേധം നടക്കുന്നത്. കാനഡയിലെ ഒൻറ്റാരിയോ കൊണസ്റ്റോഗ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു. ക്യാൻസർ സ്ഥിരീകരിച്ചിട്ടും കിച്ചണറിലെ ഗ്രാൻഡ് റിവർ ആശുപത്രി കൃത്യമായ ചികിത്സ നൽകിയില്ല എന്നാണ് ആരോപണം. ജസ്റ്റിസ് ഫോർ സാന്ദ്ര എന്ന പേരിൽ ആശുപത്രിക്ക് മുന്നിൽ മൗന പ്രതിഷേധം സംഘടിപ്പിച്ചു. 8 മാസം മുമ്പ് വന്ന വയറുവേദനയായിരുന്നു തുടക്കം. കാനഡയിലെ കിച്ചണറിലുള്ള ഗ്രാൻഡ് റിവർ ആശുപത്രിയിലായിരുന്നു ചികിത്സ. വയറ്റിലെ മുഴ നീക്കം ചെയ്തെങ്കിലും പിന്നീട് നടുവേദന രൂക്ഷമായി. ചികിത്സ തേടിയപ്പോൾ വേദന സംഹാരി നൽകി മടക്കി അയച്ചെന്നാണ് സഹപാഠികളുടെയും സുഹൃത്തുക്കളുടെയും പരാതി. നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് സാന്ദ്രയെ പിന്നീട് സുഹൃത്തുക്കൾ ആശുപത്രിയിലെത്തിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത്. അപ്പോഴേക്കും ക്യാൻസർ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. നാട്ടിലെത്തി ചികിത്സ നടത്തിയെങ്കിലും ഇക്കഴിഞ്ഞ 11-ന് സാന്ദ്ര സലീം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സാന്ദ്രയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാൻഡ് റിവർ ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ മൗന പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികളും വിവിധ മലയാളി കൂട്ടായ്മകളിലെ അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, 24. തോമസ് ചാക്കോ ഒരു കാര്യം പറയുന്നുണ്ട്. കേരളത്തിൽ പോലീസ് രാജാണെന്നും CPM ഫ്ലാഗ് വെച്ച പോലീസ് ജീപ്പ് വരെ വർക്കലയിലെ നവകേരള സദസ്സിൽ കണ്ടിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു വിവരം അറിയില്ല. തോമസ് ചാക്കോ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇർഷാദ് പുൽപ്പട്ട പറയുന്നത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ്. ജനങ്ങളെ ഇങ്ങനെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു നേതാവും ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. നമ്മളിനി ഇന്നത്തെ കാലാവസ്ഥയിലേക്കാണ് കടക്കുന്നത്. നോക്കാം കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ്, സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.
അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്.